ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ കീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. അപ്പോഴേ നമ്മുടെ എല്ലാം പരീക്ഷകൾ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നു കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷകൾ, അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ ഇന്ത്യ ചരിത്രം എന്ന വസ്തുതയാണ് ഈ ഒരു ഭാഗത്ത് പരിശോധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുക, അല്ലേ? നോക്കൂ ഉദ്യോഗാർത്ഥികളെ, നമുക്കിവിടെ ചരിത്ര വസ്തുതകളിൽ നമുക്കറിയാം, നിങ്ങളുടെ സിലബസിലേക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സിലബസിൽ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം എല്ലാം തന്നെ സിലബസിലുണ്ട്, ശരിയല്ലേ? ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് 10 മാർക്കിനാണ്. നിങ്ങളുടെ സിലബസിലെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ 10 മാർക്കിന്റെ ടോപ്പിക്കാണ്. 10 മാർക്കിന്റെ ടോപ്പിക്കാണ് ഇന്ത്യ ചരിത്രം എന്നറിയപ്പെടുന്ന ഭാഗം, ഓർത്തിരിക്കുക. സിലബസിലേക്ക് വന്നാൽ 10 മാർക്കിൽ കേരള ചരിത്രം, അല്ലെ, കേരള ഹിസ്റ്ററി ഉണ്ട്. അതിനുശേഷം ഇന്ത്യ ചരിത്രം, വേൾഡ് ഹിസ്റ്ററി. ഞാൻ പറഞ്ഞില്ലേ, 3 ഭാഗങ്ങൾ ചേർന്നാണ് ഈ 10 മാർക്ക്. സിലബസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കയ്യിലുള്ള സിലബസ് തന്നെയാണ് എനിക്കറിയാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നാലോ? പ്രധാനപ്പെട്ട കുറെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങൾ, അവയുടെ അനുബന്ധ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, 929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 2, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. 3, സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. 930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ നമുക്കറിയാം, സിവിൽ ആജ്ഞാ ലംഘന സമരം ആരംഭിക്കുന്നത് തന്നെ 930 ഇത് 29 കഥയാണ് പറയുന്നത്. അതുകൊണ്ട് സിവിൽ ആജ്ഞാ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന ഉത്തരം എന്തായാലും തെറ്റാണ്, നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടാത്തത് അത് ഓപ്ഷൻ സി ആണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നതാണ് അവിടുത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ 929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. 4 ഓപ്ഷനുകളാണ്. ഇവിടെ ഉൾപ്പെടാത്തത് സിവിൽ നിയമലംഘനം, ബാക്കിയെല്ലാം ലാഹോർ സമ്മേളനം. അപ്പൊ ഓർത്തിരിക്കണം, 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രസക്തി. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞതുപോലെ ആരാണ്? ജവഹർലാൽ നെഹ്റു. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം ആദ്യമായി ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു, അല്ലെ? 1929 ഡിസംബർ മാസം 31 തീയതി. 929 ഡിസംബർ മാസം 31 തീയതി ത്രിവർണ പതാക ആദ്യമായി ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിക്കുകയും അത് ഉയർത്തുകയും ചെയ്തു. ഉയർത്തിയത് എവിടെ? രവി നദിക്കരയിൽ. ആരാണ് ഉയർത്തിയത്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ത്രിവർണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. എവിടെയാണ് ഉയർത്തിയത്? രവി നദിക്കരയിൽ. എന്നാണ്? 929 ഡിസംബർ 31 ഏത് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം? ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെയാണ് ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, അല്ലെ? അപ്പോ INCയുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാലും 929 സമ്മേളനം തന്നെ? ലാഹോർ സമ്മേളനം. ഇനി പ്രധാനപ്പെട്ട പോയിന്റ്, ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഒരു ദിവസം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ, വർഷങ്ങൾ മുൻപ് തന്നെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ചത് 930 ജനുവരി 26. കണ്ടോ? 930 ജനുവരി 26 ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 എന്തായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യ റിപ്പബ്ലിക് ദിനം. ഉണ്ടോ? അപ്പൊ ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 26. എന്തിന്റെ ഓർമ്മയ്ക്ക്? സ്വാതന്ത്ര്യ ദിനമായി ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം
പ്രഖ്യാപനം നടന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പൊ ഇവിടുത്തെ ചോദ്യം ക്ലിയർ ആണല്ലോ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, നിയമലംഘന സമരം അല്ലെ, സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ് ഒന്നും അല്ല. ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണത്, അത് ശരിയാണ്. ശരി, അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ശബരി ആശ്രമം, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല, ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ഏതൊക്കെയാണ്? കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, തിരുവനന്തപുരം. ശരി ഉത്തരം ശബരി ആശ്രമം എവിടെയാണ്? ഓപ്ഷൻ സി, പാലക്കാടാണ് ശരി ഉത്തരം, പാലക്കാട്. ശബരി ആശ്രമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. എന്താണ്? ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും കേരളത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ തവണ സന്ദർശനം നടത്തിയിട്ടുള്ള ഒരു ആശ്രമമാണ് ശബരി ആശ്രമം, പാലക്കാട്. ഗാന്ധിജിയും പിന്നെ ആര്? കസ്തൂർബ ഗാന്ധിയും ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയിട്ടുള്ള ആശ്രമമാണ് ശബരി ആശ്രമം, പാലക്കാട്. മറക്കാതിരിക്കുക. ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. കേരള സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഒരു ആശ്രമമാണ് ഏത്? ശബരി ആശ്രമം, പാലക്കാട്. സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യരാണ്, മറന്നുപോകരുത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്? പറയൂ, എത്ര തവണ? 5 തവണയാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം അല്ലേ. ഗാന്ധി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷം 1920. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ കിലാപത്തിന്റെ പ്രചരാർത്ഥം വരുന്നു. 5 തവണ വന്നിട്ടുണ്ട്. കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ പെട്ടെന്ന് നോക്കിക്കേ ഉദ്യോഗാർത്ഥികളെ. ഗാന്ധിജി, മഹാത്മാഗാന്ധി തന്റെ ജീവിതകാലത്ത് 5 തവണയാണ് കേരളത്തിൽ സന്ദർശനം നടത്തിയത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും ഈ സന്ദർശനം വലിയ ഊർജം പകർന്നതാണ്. നമുക്കറിയാം, ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം 1920 പറഞ്ഞു. ഓഗസ്റ്റ് 18 എവിടെയാണ്? കോഴിക്കോട്. ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം 1920 ഓഗസ്റ്റ് 18 കോഴിക്കോടാണ്. ഈ യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം അനുഗമിച്ച നേതാവാണ് മൗലാന ഷൗക്കത്ത് അലി. മറന്നുപോകരുത്, ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശന വേളയിൽ ഗാന്ധിജി അനുഗമിച്ച നേതാവ് അലി ബ്രദേഴ്സിൽ ഒരാളായിട്ടുള്ള മൗലാന ഷൗക്കത്ത് അലി ആണെന്ന് ഓർക്കുക. എന്തിനു വേണ്ടിയാ വന്നത്? ഖിലാഫത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് എത്തിച്ചേർന്നത് എന്ന കാര്യമൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന വലിയ പൊതുയോഗത്തിൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എന്നെല്ലാം ഓർത്തിരിക്കണം. ഇതിനെ തുടർന്ന് കേരളത്തിൽ ആദ്യത്തെ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. കേരളത്തിലെ ആദ്യത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിരുന്നു എന്നെല്ലാം ഓർത്തിരിക്കണം. കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റും സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിരുന്നു ആദ്യ സന്ദർശനം. ഇനി രണ്ടാമത്തെ സന്ദർശനം നോക്കുക. രണ്ടാമത് 1925 മാർച്ച് 8 മുതൽ 19 വരെ. 25 മാർച്ച് 8 മുതൽ 12 വരെ 19 വരെയാണ്. നമുക്കറിയാം എന്തുമായി ബന്ധപ്പെട്ടാണ്? പ്രശസ്തമായ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി 1924 മുതലേ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പല തിരക്കുകളും സ്വാതന്ത്ര്യ സമരവും കാരണം വരാൻ പറ്റിയില്ല. 25 മാർച്ച് 8 മുതൽ 19 വരെയാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത്. പ്രധാന ഉദ്ദേശം വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് ഓർത്തിരിക്കുക. ഈ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ നേതാക്കളുമായിട്ടും, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചുമതല ഉണ്ടായിരുന്ന ഒരു മനയുണ്ട്, ഇണ്ടന്തുരുത്തി മന. ഇണ്ടന്തുരുത്തി മനയിലെ നമ്പ്യാതിരിയുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ട് ഗാന്ധിജി, ഈ വൈക്കം ക്ഷേത്രവികൾ തുറന്നു കൊടുക്കാനായിട്ട്. ഈ സംവാദത്തിൽ പക്ഷേ ഗാന്ധിജി പരാജയപ്പെടുകയാണ് ഉണ്ടായെന്നൊക്കെ നമുക്കറിയാം. എന്താണെങ്കിലും ശരി, മാർച്ച് 12 വർക്കല ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗാന്ധിജി മടങ്ങുന്നത്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്നാണ്, ഗാന്ധിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് 1925 നവംബർ മാസം 25-ാം തീയതി നവംബർ മാസം 23-ാം തീയതി ക്ഷേത്രവീഥികൾ തുറന്നു കൊടുക്കുക. 1925 നവംബർ 23-ന് വൈക്കം ക്ഷേത്രവീഥികൾ തുറന്നു കൊടുത്തത് റാണി സേതുലക്ഷ്മി ഭായി ആണെന്നെല്ലാം അറിഞ്ഞിരിക്കണം. രണ്ടാം സന്ദർശനം. ഇനി മൂന്നാം സന്ദർശനം 1927 ഒക്ടോബർ 9 മുതൽ 25 വരെയാണ്. ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടും ഐത്തോച്ചാടന സമരങ്ങളുടെ അല്ലെങ്കിൽ ഐത്തോച്ചാടന പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുമാണ് മൂന്നാമത്തെ സന്ദർശനം ഗാന്ധിജി കേരളത്തിലെത്തിയത് ഓർത്തിരിക്കുക. 27. ഇനി നാലാം സന്ദർശനം
1934 ജനുവരി 10 മുതൽ 12 വരെയാണ് ഉദ്ദേശം ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായിരുന്നു. ഹരിജനോദ്ധാരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണത്തിനും മറ്റുമായിട്ടാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവമാണ്, വടകരയിൽ ചേർന്ന ഒരു യോഗത്തിൽ വെച്ചിട്ട് ഗാന്ധിജി സ്വർണ്ണാഭരണങ്ങൾ ദാനം നൽകുവാൻ ആവശ്യപ്പെട്ടു. എന്തിനാണ്? ഹരിജനോദ്ധാരണ ഫണ്ട് സമാഹരിക്കാനും ജയിലിൽ കിടക്കുന്ന ദേശീയ നേതാക്കളെ മോചിപ്പിക്കാൻ ജാമ്യത്തിന് വേണ്ടി ഫണ്ട് കെട്ടിവെക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പണം സമാഹരിച്ചത്. ഈ ഗാന്ധിജിയുടെ ആഹ്വാനത്തിൽ ആവേശം തോന്നിയ ഒരു പെൺകുട്ടി വേദിയിലേക്ക് ഓടി വന്ന് തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് പരസ്യമായി ദാനം നൽകി. ചരിത്രത്തിൽ ഇടം നേടി. ആ വനിതയുടെ പേര് കൗമുദി ടീച്ചർ. കൗമുദി വടകരയിൽ വെച്ചിട്ടാണ്. കണ്ടോ, കൗമുദി എന്ന പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് ദാനം നൽകി. ഈ പെൺകുട്ടിയെ കുറിച്ച് യങ് ഇന്ത്യ മാസികയിൽ ഗാന്ധിജി ലേഖനം എഴുതി. കൗമുദീസ് റിനൗൺസിയേഷൻ, കൗമുദിയുടെ പരിത്യാഗം, കൗമുദീസ് റിനൗൺസിയേഷൻ അഥവാ കൗമുദിയുടെ പരിത്യാഗം എന്ന പേരിലാണ് ലേഖനം എഴുതിയത് ഗാന്ധിജിയാണെന്നെല്ലാം നമ്മളവിടെ ഓർത്തിരിക്കണം, മറക്കരുത്. പിന്നെ 5ാം സന്ദർശനമാണ് 1937 ജനുവരി 12 മുതൽ 21 വരെ ആണ് 5ാം സന്ദർശനം. ഉദ്ദേശം 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വിജയം ആഘോഷിക്കാനാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിലെത്തിയത്. ഈ യാത്രയെ അദ്ദേഹം തൻ്റെ ഒരു തീർത്ഥാടനം എന്നാണ് വിളിച്ചത്, അല്ലേ? തൻ്റെ അവസാനത്തെ കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്നാണ് ആര് വിളിച്ചത്? ഗാന്ധിജി വിളിച്ചത്. 5ാമത്തെ സന്ദർശനം. അപ്പൊ അവസാനം വന്നത് 37 ജനുവരി 12 മുതൽ 21 വരെ. ജനുവരി 12 മുതൽ 21 വരെയാണ് ഒരു തീർത്ഥാടനം എന്നാണ് ഗാന്ധിജി ഈ സന്ദർശനത്തെ വിളിച്ചതെന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ അത്രയും കാര്യങ്ങളാണ് ചോദ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കുക. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഏതാണ് ആ സർവകലാശാല എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൽക്കത്ത സർവകലാശാല, അലിഗഡ് മുസ്ലിം സർവകലാശാല, ഡൽഹി സർവകലാശാല, ബനാറസ് ഹിന്ദു സർവകലാശാല. ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ക്ലൂ തരാം. ഈ സർവകലാശാലയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ. അപ്പൊ അറിയാമല്ലോ ഏതാണ്? ആ ഓപ്ഷൻ ഡി, ബനാറസ് ഹിന്ദു സർവകലാശാല ഉത്തരം. ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. എവിടുന്ന്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. മടങ്ങിയെത്തിയത് 1915 ജനുവരി 9, അല്ലെ? ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് 1893. എന്തിനു വേണ്ടി? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസ് വാദിക്കാൻ ഒരു ലീഗൽ അഡ്വൈസറായിട്ട് പോകുന്നു, അല്ലെ? ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച പത്രം പറയാമോ? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച പത്രമാണ് ഏതാ? ഇന്ത്യൻ ഒപ്പീനിയൻ. മറന്നു പോകരുത്, ഇന്ത്യൻ ഒപ്പീനിയൻ. ഉണ്ടോ? ഓർത്തിരിക്കണം. അതുപോലെ ചോദിക്കുന്ന ചോദ്യമാണ്, ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിതം വിവരിക്കുന്ന പുസ്തകം പറയാമോ? ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിതം വിവരിക്കുന്ന പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേരാണ്, ആർക്ക് പറയാം? ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിതം വിവരിക്കുന്ന പുസ്തകമാണ് ദ അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മാ. ദി അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മാ. ദി അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മാ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദി അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മാ എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ആരാണ്? പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരി, ദക്ഷിണാഫ്രിക്കക്കാരിയാണ്. പേര് ഫാത്തിമ മീർ എന്നാണ്. ഫാത്തിമ മീർ. കണ്ടോ? അപ്പൊ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. എന്താ പേര് പറഞ്ഞേ? ഫാത്തിമ മീർ എഴുതിയ പുസ്തകമാണ് ഏത്? ദി അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മാ. ഇനി അതൊന്നുമല്ല, ഈ കൃതിയെ അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മാ എന്ന പുസ്തകത്തെ ആധാരമാക്കി ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത ചലച്ചിത്രം, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന ചലച്ചിത്രം, സിനിമയാണ് ഏത്? മേക്കിംഗ് ഓഫ് മഹാത്മാ. മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നെല്ലാം നമ്മൾ അവിടെ ഓർത്തിരിക്കുകയും വേണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തി ഉദ്ഘാടനം ചെയ്ത ആദ്യ സർവകലാശാല ബനാറസ് ഹിന്ദു സർവകലാശാല. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിജി സംഘടിപ്പിച്ച ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ സംഘടിപ്പിച്ച ആദ്യ നിരാഹാര സത്യാഗ്രഹം ചോദിച്ചാൽ 1918 ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അറിയാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുണിമിൽ സമരം പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടാണ് ഈ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചതെന്നൊക്കെ ഓർത്തിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം.
വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരള ഹിസ്റ്ററിയാണ്. കുറിച്യ കലാപം. ഓപ്ഷൻ എ, കലാപം നടന്നത് 1812 ശരിയായ സ്റ്റേറ്റ്മെന്റ്. 1 ശരി. 2, കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു. തെറ്റ്. കലാപത്തെ അടിച്ചമർത്താനല്ല, കലാപത്തിന്റെ പ്രമുഖ നേതാവാണ് ആര്? രാമനമ്പി, വെൻകോലൻ, കേളു, ഇവരൊക്കെ പ്രധാന നേതാക്കളാണ്. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. 3, കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അല്ലെ, പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. പ്രധാനപ്പെട്ട നേതാവാണ് പാലിയത്തച്ഛൻ. അല്ലെ, അതുപോലെ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന മുദ്രാവാക്യം വിപ്ലവകാരികൾ ഉയർത്തി. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രാമനമ്പി എന്നുള്ള തെറ്റാണ്. അല്ലെ, പിന്നെ ഏതാ പറയുക? കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുന്ന മുദ്രാവാക്യം പ്രക്ഷോഭകാരികൾ ഉയർത്തി. അല്ലെ, അപ്പോ ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു, തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, കലാപത്തിന്റെ പ്രധാന നേതാവ് പാലിയത്തച്ഛനെ ആയിരുന്നില്ല, അത് രാമനമ്പിയൊക്കെയാണ്. തലയ്ക്കൽ ചന്തുവിനെ പോലെയുള്ള പ്ലാക്ക ചന്തുവിനെ പോലെയുള്ള നേതാക്കളാണ്. അപ്പൊ ഇവിടെ 2, 3 പ്രസ്താവനകളാണ് തെറ്റായ പ്രസ്താവനയില്ലേ ചോദിച്ചേക്കുന്നത്. 2, 3 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇതാ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ടോ? 2, 3 ഇവിടുത്തെ ശരി ഉത്തരം. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോ കുറിച്യർ കലാപം നമുക്കറിയാം 1812 കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് രാമനമ്പി. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്നറിയപ്പെടുന്നത് കുറിച്യർ കലാപം. ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. 1812 നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ മിസ്റ്റേക്കൺ റവന്യൂ പോളിസി, തെറ്റായ നികുതി നയങ്ങളാണ്. അധിക നികുതി ചുമത്തിയത്, അതുപോലെ നികുതി പണമായി തന്നെ ഒടുക്കണമെന്ന് വാശി പിടിച്ചു, നിഷ്കർഷിച്ചു. ശരിയല്ലേ? അവര് മരവുരിയും കോലരക്കും വനവിഭവങ്ങളൊക്കെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതിന് പകരം പണമായി തന്നെ നൽകണം എന്ന് വാശി പിടിച്ചാൽ ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ പണം എവിടെ നിന്ന് നൽകാനാണ്? ഇതൊരു പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ വനഭൂമി എന്ത് ചെയ്തു? സർക്കാർ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ആരംഭിച്ചു. ഇത്തരം സമരങ്ങളാണ്, സംഭവങ്ങളാണ് കുറിച്യർ കലാപത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യം അവരുടെ അധീനതയിലായേനെ എന്ന് കുറിച്യ കലാപത്തെ പറ്റി പറഞ്ഞത് ആ സമയത്തെ പ്രധാനപ്പെട്ട ജില്ലാ കളക്ടറായിരുന്ന TH ബേവർ, അല്ലെ, മലബാർ കളക്ടറായിരുന്ന, തലശ്ശേരി സബ് കളക്ടറൊക്കെ ആയി പിന്നീട് മാറിയ TH ബേബറാണ് ഈ കല. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ അധീനതയിലായേനെ എന്ന് പറഞ്ഞത് TH ബേബറാണ്. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നായിരുന്നു മുദ്രാവാക്യം. കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് മാസം 8 ഈ പ്രക്ഷോഭം അടിച്ചമർത്തി. ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കളായിട്ടുള്ള പ്ലാക്ക ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു. മറ്റൊരു നേതാവായിട്ടുള്ള വെൺകോലൻ കേളുവിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അല്ലെ, വെൺകോലൻ കേളു. അപ്പോ കുറിച്യ കലാപത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തൂക്കിലേറ്റപ്പെട്ട നേതാവ് ആര് ചോദിച്ചാൽ വെൺകോലൻ കേളുവിനെയാണ് തൂക്കിലേറ്റിയത് എന്ന കാര്യം കൂടി നമ്മൾ അവിടെ ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റിലേക്ക് പോകാം. യോഗക്ഷേമ സഭ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആര്? ഒറ്റ ഉത്തരം നമുക്കറിയാമല്ലോ, ഓപ്ഷനിലേക്ക് പോലും പോവേണ്ടതില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. മന്നത്ത് പത്മനാഭൻ, വൈകുണ്ഠസ്വാമികൾ, VT ഭട്ടതിരിപ്പാട്, വാഗ്ഭടാനന്ദൻ. ശരി ഉത്തരം ആരാണ്? ഓപ്ഷൻ ബി, VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ എന്ന സംഘടന രൂപീകരിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ്. അല്ലെ, മലയാളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രക്ഷോഭങ്ങളിൽ ഇടിമുഴക്കമായി മാറിയ ഒരാളാണ് ആര്? VT ഭട്ടതിരിപ്പാട്. വെള്ളത്തുരുത്തി താഴത്ത് മനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന VT ആണ് നമുക്കറിയാം. നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇദ്ദേഹമാണ്. കല്ലിനെ കല്ലായും മനുഷ്യനെ മനുഷ്യനായും കാണുക പറഞ്ഞത് VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട കമന്റാണ്. VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നത് മംഗളോദയം. മറന്നു പോരുത്, മംഗളോദയം. മനസ്സിലാവുന്നുണ്ടോ? യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് പറഞ്ഞേ മംഗളോദയം. യോഗക്ഷേമ സഭയിൽ നിന്നും പിരിഞ്ഞുപോയ യുവജന വിഭാഗം
1919 രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ്, കേട്ട് കാണും നിങ്ങൾ, നമ്പൂതിരി യുവജന സംഘം, നമ്പൂതിരി യൂത്ത് ഫെഡറേഷൻ യുവജന സംഘം. നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. ഉണ്ണി നമ്പൂതിരി മാസികയുടെ റിപ്പോർട്ടറായി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ഒരു നേതാവാണ്. ആരെന്നറിയപ്പെടുന്നത്? മറന്നുപോയത് EMS നമ്പൂതിരിപ്പാട്. ഗുരുവായൂർ സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് VT ഭട്ടതിരിപ്പാട് എഴുതിയ ലേഖനമാണ് ഐത്തോച്ചാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. ഐത്തോച്ചാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം എഴുതിയതും ആരാണ്? VT ഭട്ടതിരിപ്പാടാണെന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. മറന്നുപോരുത്. യോഗക്ഷേമ സഭ. അതുപോലെ VT എന്ന പേര് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു നാടകമുണ്ടല്ലോ, സ്ത്രീ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയ നാടകം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. VTയുടെ പ്രധാനപ്പെട്ട നാടകം. VTയുടെ ആത്മകഥ മറന്നുപോകരുത്, കണ്ണീരും കിനാവും എന്ന ആത്മകഥ എഴുതിയത് VT ഭട്ടതിരിപ്പാടാണെന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ കുറേ പ്രീവിയസ് ചോദ്യങ്ങൾ ചരിത്ര ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി പ്രധാനമായിട്ടും അടുത്തൊരു പ്രധാനപ്പെട്ട സെക്ഷനിൽ ബാക്കി പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി നമുക്ക് അടുത്തൊരു ഭാഗത്ത് വീണ്ടും കാണാം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.